ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ബീനയുടെ അമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പൊ ഇന്നിവിടെ ഉണ്ണിയപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പത്തിനുള്ള മാവാണിത്. മാവൊക്കെ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടാവണ വരെ കുറച്ച് സമയമുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ ഇതിൽ ചേർത്ത? പിന്നെ ഇതിന് ഞാൻ ആദ്യം അരി വെള്ളത്തിലിട്ടു. എന്നിട്ട് അരി കുതിർന്ന് വന്നപ്പോ അത് പൊടിച്ചിട്ട് അതിലോട്ട് ശർക്കര പാവ് ഒഴിച്ച് പഴം ചേർത്തിട്ട്, ശർക്കര പാവ് എന്താ? ശർക്കര ഉരുക്കിയിട്ട് അതിന്റെ വെള്ളല്ലേ അത്, അതിനാണ് ഈ ശർക്കര പാവ് പറയുന്നത്. അത് പിന്നെ നമ്മളതില് ഒരു മൈസൂർ പഴം കൂട്ടിയിട്ട് നല്ലോണം മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാകുമ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് നാളികേരപ്പൂളും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ല സോഫ്റ്റ് ആകുമോ? യെസ്. അപ്പൊ അതിന് എന്നിട്ട് അത് കുറച്ച് നേരം വെക്കണം. അത് അപ്പം തന്നെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കണത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഉണ്ണിയപ്പം. നമ്മുടെ ബീനേന്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മയുടെ കൂടെ മാവൊക്കെ കലക്കി റെഡിയാക്കി കേട്ടോ. എങ്ങനെയമ്മ മാവൊക്കെ കലക്കി? മാവ് കലക്കാതെ ശർക്കര ഉരുക്കി കുറച്ച് ചൂട് കൊടുക്കുക, മാവിൽ ഒഴിച്ച് ഇളക്കുക, പഴം മിക്സിയിൽ ജാറിലടിച്ചിട്ട് അതും കൂട്ടി ഇളക്കി വയ്ക്കുക, പിന്നെ തേങ്ങാപ്പൂള് പിന്നെ ഒരു 2-3 മണിക്കൂർ നേരം വെച്ചിരുന്നിട്ട് ചൂടയിൽ കളയും. ഓക്കെ. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം 2ാം ഘട്ടം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ്. നമുക്ക് ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞിട്ടുള്ള സീന് കാണിക്കേ. ചിക്കൻ ആരപ്പം ഉണ്ടാക്കണേ? ചിക്കൻ എന്റെ നാത്തൂന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. അതൊക്കെ റെഡിയാക്കുള്ള തിരക്കിലാണ് അവിടെ. അതുമായിട്ട് അവള്. അപ്പൊ അതിപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ലല്ലോ. ചിക്കനായിട്ട് റെഡി ആയിട്ടുള്ള ചിക്കനെ നമുക്ക് കിട്ടുള്ളൂ. അതെ. അപ്പൊ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ വൈകാതെ ഇടും. നമ്മുടെ നാടൻ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാന്ന് ബീന പറഞ്ഞു തരും. നാടൻ മലപ്പുറം ചിക്കൻ. ബീനെ, അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തപ്പോ നെയ്ച്ചോറാണല്ലേ? നെയ്ച്ചോറിന് നമ്മളെ വെള്ളം തിളപ്പിച്ചു. ഇനി എന്താ പരിപാടി? പിന്നെ അവിടെ കുറച്ച് വറുത്ത് വെച്ചൊക്കെ ഉണ്ടല്ലോ, എന്താ? എന്തൊക്കെയാണ് വറുത്തത്? സവാളുണ്ട്, അതേപോലെ ഇഞ്ചിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അതൊക്കെ അവിടെ ഇതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചതാണ്. ഇത് വരുന്നവരെ വെയിറ്റ് ചെയ്യാല്ലേ? ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഓക്കെ. ബീനെ, ഇപ്പൊ എന്തായി നെയ്ച്ചോറിന്റെ അവസ്ഥ? നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. ഇത് ഇളക്കി കൊടുത്തിട്ട് ഇത് ചൂടത്തിരുന്ന് ഇങ്ങനെ വെന്ത് വരും. കുറച്ച് കഴിഞ്ഞത് റെഡിയായി വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോ നമ്മളെ മലപ്പുറം നെയ്ച്ചോറ് റെഡി ആവും. എന്നാ വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ചേരം കൂടി. അപ്പൊ നെയ്ച്ചോറ് റെഡി ആയപ്പോ അപ്പൊ ഇതാണ് ഞങ്ങളെ നെയ്ച്ചോറ്.